ഒരുപാട് കാലം സുഹൃത്തുക്കളായിട്ട് ജീവിച്ചിരുന്ന രണ്ട് പേര് തമ്മിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാരണത്തിന് അടികൂടുകയോ ശത്രുക്കളാകുകയോ ചെയ്തു കഴിഞ്ഞാൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ശത്രുക്കളായിരിക്കില്ല അവര്. സ്വർണത്തിനെ അടിച്ച് പരത്തുന്നതും ഇരുമ്പിനെ അടിച്ച് പരത്തുന്നതും സെയിം ഇരുമ്പ് വെച്ചിട്ട് തന്നെയാണ്. പക്ഷേ സ്വർണത്തിനെ പരത്തുന്ന സമയത്ത് ശബ്ദം കുറവും, ഇരുമ്പിനെ അടിച്ച് പരത്തുന്ന സമയത്ത് ഭയങ്കര ശബ്ദവും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ട് സ്വർണം ഇരുമ്പിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, നമ്മൾ രണ്ടുപേരെയും അടിച്ച് പരത്തുന്നത് ഇരുമ്പ് വെച്ചിട്ടാണ്, പക്ഷെ എന്നെ അടിക്കുന്ന സമയത്ത് ശബ്ദം കുറവും, നിന്നെ അടിക്കുന്ന സമയത്ത് ശബ്ദം കൂടുതലുമാണല്ലോ, അത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇരുമ്പ് പറഞ്ഞു, നിന്നെ അടിക്കുന്നത് പുറമക്കാരാണ്, പക്ഷെ എന്നെ അടിക്കുന്നത് എൻ്റെ സ്വന്തക്കാർ തന്നെയാണ്. അപ്പോൾ ശബ്ദം ഇച്ചിരി കൂടും. ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലും. നമുക്ക് വലിയ പരിചയമൊന്നും ഇല്ലാത്തൊരു സ്ട്രേഞ്ചറുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് നെവർമൈൻഡ് ആക്കിയിട്ട് അങ്ങോട്ട് വിട്ടുകളയും. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളുടെ ഭാഗത്തു നിന്നാണ് അങ്ങനെ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കാലാകാലത്തോളം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ശരിയല്ലേ?